ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ കോവയ്ക്ക. നമുക്കിത് മെഴുക്കോട്ട് വെക്കണം, മെഴുക്കോട്ട് വെക്കാം, തോരൻ വെക്കണേ തോരൻ വെക്കാം, അവിയൽ വെക്കണേ അവിയൽ വെക്കാം. അതുപോലെ അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. അല്പം സവാള, ഒരു 4 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. അവനെ കൈ കൊണ്ട് അങ്ങനെ ഞെരിടുക. അപ്പോൾ നമ്മൾ സ്റ്റവ് അങ്ങോട്ട് ഓൺ ചെയ്യാം. തീ കുറച്ചിട്ട് അവനെ അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞ് വെച്ചിരിക്കണ്ടോ, ഞാക്കിട്ടിങ്ങനെ വെച്ചിരിക്കുക. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണേ, അല്പം വെള്ളം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. ഓക്കെ, തീ കൂട്ടി വെക്കാം. നമുക്ക് തുറന്ന് നോക്കട്ടെ. ആഹാ, അല്ല, കോവയ്ക്കകത്ത് വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു അന്നൊരു നല്ല കുഴമ്പ് പരുമായിട്ട് വരും. ഇവിടെ നല്ല മഴ. എന്തായാലും അല്പം സവാള, ഒരു സവാളയുടെ പകുതി മതി. ഒരു 3-4 വെളുത്തുള്ളിയുടെ, ഞാൻ തൊലി പോലും കാണില്ല, ചതച്ചെടുക്കാൻ. അല്പം തേങ്ങാപ്പീര. അപ്പോൾ അങ്ങനെ മിക്സിക്കകത്ത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട് അങ്ങ് ചേർത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഇതൊരു തോരൻ പരുവായിട്ടുണ്ട്. നമുക്കിത് ഇച്ചിരി കടുക് വറുത്ത് ചേർക്കണം. എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കഴിക്കാം. വേറൊരു പാത്രം എടുപ്പിച്ച് കടുക് പൊട്ടിച്ച് താളിച്ചിട്ടാൽ മതി. ഇത് വളരെ സിമ്പിളാണ്, ഹമ്പിളാണ്. ഇപ്പോൾ തേങ്ങാത്തിരി ഇതിനകത്ത് ചേർത്തിട്ട് ഇടുമ്പോൾ മൂത്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എണ്ണ ആക്കുകയാണെങ്കിൽ കുറച്ച് മതി. ആവശ്യമില്ല ഒത്തിരി എണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് കൊള്ളത്തില്ല. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കണം. നമ്മൾ ആ കടുക് വറുത്തപ്പോൾ തേങ്ങയൊക്കെ ചേർത്തില്ല, അത് മേളിൽ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ അടിപൊളി സാധനമാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ? ആഹാ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് എന്ത് സാധനമാണെന്ന് ആൾക്കാർക്ക് അറിയണം. അതുകൊണ്ടാണ് ഈ കോവയ്ക്ക നമ്മളിങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്, നമുക്ക് ഹെൽത്തിയാണ്. എണ്ണ 2 സ്പൂണിൽ കൂടി ഞാൻ ഒഴിച്ചിട്ടില്ല. കണ്ടോ, ഇത് നമുക്ക് എന്തിനും കഴിക്കാൻ നല്ലതാണ്, സൂപ്പറാണ്. തേങ്ങയൊക്കെ വളരെ കുറവാണ്. വേണ്ടിയവർക്ക് വേണമെങ്കിൽ വേറെ പല സാധനം ചേർക്കാം. ഇത് മുളക് ചതച്ച് ചേർക്കാം, മുട്ട പൊട്ടിച്ചൊഴിക്കാം, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ അത്ര വലിയ ലെവലൊന്നും പോകുന്നില്ല. ഒരു നോർമലി നല്ല ഫുഡാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്യേ, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ. താങ്ക് യു.